നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 23-ാം തീയതി 1200-ാം ആണ്ട് കർക്കടക മാസം 7-ാം തീയതി ബുധനാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര ശുഭനക്ഷത്രത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. അതുപോലെ ഇന്ന് ശുഭദിനമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, കർക്കിടക മാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. ഉദാഹരണം, ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും. ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ജോലിയിൽ അവർക്ക് പുരോഗതി ഉണ്ടാവും. ബിസിനസ് ആദ്യ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് പുരോഗതി ഉണ്ടാവും. പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ ഒന്നിലധികം ബ്രാഞ്ചുകളാക്കി മാറ്റാൻ സാധിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് അപ്രതീക്ഷിത വിജയം ഉണ്ടാവും. അതേപോലെ പഠിത്തം മുടങ്ങിക്കിടക്കുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഇതുവരെ കിട്ടാതിരുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചാൻസ് ഒരുങ്ങും. ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തോ ആയിക്കോട്ടെ, പ്രവൃത്തിയെ ഡെവലപ്പ് തരുന്ന സമയമാണ്. അതുപോലെ ഇന്നും നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പം പ്രധാനമായിട്ട് രാവുകാല സമയം നോക്കി, നല്ല ദിവസമാണെന്നൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ഓരോന്നിന് ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങണം. 12 തൊട്ട് 1:30 മണി വരെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12-ന് തുടങ്ങില്ല. 12:31 രാവുകാലം തുടങ്ങുള്ളൂ. 2 മണി 3 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ശുഭകാര്യങ്ങൾക്ക്, ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് രാവിലെ 10:57 തൊട്ട് 12:31 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 7:50 തൊട്ട് 9:24 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:07 തൊട്ട് 12:55 വരെ 48 മിനിറ്റ് നേരം തന്നിട്ടുണ്ടെങ്കിലും അതിൽ 48 മിനിറ്റിൽ 44 മിനിറ്റ് നേരം എടുക്കുക. 4 മിനിറ്റ് മാത്രമേ കൊള്ളാതെ ഉള്ളൂ. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച കളറ് വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കൂടെ കരുതുക. നമ്മളിലേക്ക് ബുധൻ്റെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.